മധുരമില്ലാതെ എന്ത് ദീപാവലി? ദീപാവലി സ്പെഷ്യൽ മധുര പലഹാര റെസിപ്പിയാണ് ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത്. കറാച്ചി സ്ട്രോബെറി ഹൽവയാണ്. അതിനായി ഞാൻ കട്ടിയുള്ളൊരു കടായി എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് സ്ട്രോബെറി കസ്റ്റാർഡ് പൗഡർ ഇടുന്നുണ്ട്. പിന്നെ വേണ്ടത് പൗഡറിൻ്റെ ഇരട്ടി പഞ്ചസാരയാണ്. പൗഡർ എടുത്ത് അതേ അളവിൽ 2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതേ അളവിൽ തന്നെ 3 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് സ്റ്റൗവിലേക്ക് വെച്ച് കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഇത് ചൂടായി കഴിയുമ്പോൾ കുറുകി തുടങ്ങും. കുറുകി തുടങ്ങുമ്പോൾ നമുക്ക് ഇതുപോലെ കുറുകി തുടങ്ങുമ്പോൾ ഓരോ ടേബിൾ സ്പൂൺ നെയ്യായിട്ട് 4 ടേബിൾ സ്പൂൺ നെയ്യ് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കണം. നന്നായിട്ട് ഇങ്ങനെ കുറുകി വരും. കുറുകി തുടങ്ങി അപ്പോൾ 2-3 പ്രാവശ്യമായിട്ടിട്ടാണ് ഈ 4 ടേബിൾ നെയ്യ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇത് നന്നായിട്ട് വെന്ത് പാകമാകാൻ തുടങ്ങുമ്പോൾ നെയ്യ് മുകളിലോട്ടൊക്കെ തെളിഞ്ഞ് പാത്രത്തിൽ നിന്ന് സെപ്പറേറ്റ് ആയി വരും. എന്നിട്ട് കൈ വിടാതെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. 4 പ്രാവശ്യമായിട്ട് ഈ പറഞ്ഞ പോലെ 4 ടേബിൾ സ്പൂൺ നെയ്യ് ഇതിനകത്തേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊണ്ടിരിക്കണം. ഇത് പാകമായി തുടങ്ങുമ്പോൾ സാധാരണ നമ്മൾ ഹൽവ ഉണ്ടാക്കുന്നത് പോലെ തന്നെ പാത്രത്തിന്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്ന് സെപ്പറേറ്റ് ആയി വരും, വിട്ടിങ്ങനെ വരും. നമ്മൾ സ്പാട്ടില കൊണ്ട് ഇങ്ങനെ വകന്ന് മാറ്റുമ്പോൾ അതിങ്ങനെ സ്വയം വകന്ന് മാറിക്കൊണ്ടിരിക്കും. അതിലേക്ക് കുറച്ച് കാഷ്യൂസ് പൊടിച്ചതും കുറച്ച് റൈസിൻസും കൂടി ഇട്ട് കൊടുക്കണം. എന്താണോ കയ്യിലുള്ള, ബദാം ആണെങ്കിൽ ബദാം, കാഷ്യൂസ് ആണെങ്കിൽ കാഷ്യൂസ്, പിസ്താച്ചിയോ ആണെങ്കിൽ പിസ്താച്ചിയോ, അങ്ങനെ എന്തും ഇടാം. അതിനുശേഷം 4 ഏലക്ക കൂടി ചതച്ച് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് ഇളക്കുക. മൂത്ത് തുടങ്ങുമ്പോൾ ഇതുപോലെ നെയ്യ്, നമ്മൾ ഒഴിച്ചു കൊടുത്ത നെയ്യ് മുകളിലേക്ക് തെളിഞ്ഞ് വരും. ഇപ്പൊ മൂത്ത് പാകമായിട്ടുണ്ട്. ഇനി നമുക്കിത് ഇറക്കി വെക്കാം. ഇറക്കി വെച്ചിട്ട് നമ്മൾ ഏത് പാത്രത്തിലാണോ ഒഴിക്കുന്ന ആ പാത്രത്തിനകത്തേക്ക് ഒരു ശകലം നെയ്യ് ഒഴിച്ച് 4 വശവും ഒന്ന് തടകി കൊടുക്കണം. അതിനുശേഷം നമ്മൾ ഈ ഉണ്ടാക്കി വെച്ചിട്ടുള്ള കൂട്ട് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഒന്ന് തട്ടി ലെവലാക്കി ഇതൊന്ന് തണുക്കാനായിട്ട് വെക്കാം. ഏകദേശം 1.5 മണിക്കൂർ തണുക്കാൻ വേണ്ടി വരും. ഇപ്പൊ തണുക്കാനായി മാറ്റി വെക്കുന്നുണ്ട്. ഇപ്പൊ തണുത്ത് എടുത്തിട്ടുണ്ട്. 1.5 മണിക്കൂർ കഴിഞ്ഞ് എടുത്തിട്ടുണ്ട്. ഇതൊന്ന് മറ്റൊരു പാത്രത്തിലേക്ക് വേണമെങ്കിൽ നമുക്ക് ഡീമോൾഡ് ചെയ്തെടുക്കാം. പിന്നെ ഇതിനകത്ത് വെച്ചും തന്നെ നമുക്ക് കഷ്ണങ്ങളാക്കി എടുക്കാം. ഡീമോൾഡ് ചെയ്യണമെന്നില്ല. അപ്പോൾ ഇതാണ് സംഭവം. നല്ല ഫ്ലഫി ആയിട്ടുള്ള ഹൽവ